വടകര നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള ഇല്ലത്ത് തഴേക്കുളം മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. 30 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ കുളം നവീകരിച്ചത്. നഗരസഭയുടെ സൗജന്യ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സമഗ്ര കായിക വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയിലെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും മന്ത്രി നിർവഹിച്ചു. കേരളത്തിൽ തന്നെ മാതൃകയായുള്ള ദിശ പദ്ധതി ആരംഭിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കുട്ടികൾക്ക് കായികമായിട്ടുള്ള അറിവ് ലഭിക്കാൻ, അതോടൊപ്പം തന്നെ കായികക്ഷമത ഉറപ്പുവരുത്താൻ കഴിയുന്ന നിരവധി പദ്ധതികൾ ഇന്ന് നടപ്പിലാക്കാൻ നഗരസഭ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നഗരസഭയിലെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തു. ഏകദേശം 164ഓളം കുട്ടികൾ ഇന്ന് ഈ നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചു. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി ഇതോട് അനുബന്ധിച്ച് നടക്കുകയാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നഗരസഭയ്ക്ക് ഒരു സ്വാഭാവികമായുള്ള നീന്തൽക്കുളം നിർമ്മിക്കുന്നതിന് സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് ബഹുമാനപ്പെട്ട വാർഡംഗം നല്ലാക്ഷന്റെ ഏറ്റവും വലിയ കഴിവായി നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സ്ഥലം വീണ്ടെടുക്കുകയും അവിടെ സ്വാഭാവിക നീന്തൽക്കുളം നിർമ്മിച്ച് നമ്മുടെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നഗരസഭ ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. മറ്റ് നഗരസഭകൾക്ക് ഇതിന് മാതൃകയായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇതൊക്കെ. സാധാരണയായി സ്വിമ്മിംഗ് പൂളിന് വേണ്ടി അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്നതിന് പകരം നിലവിൽ കിട്ടിയ സ്ഥലത്ത് തന്നെ അത് നിർമ്മിക്കുക എന്നുള്ളത് ചെയ്യുകയും അവിടെ പരിശീലനം നൽകാനുള്ള നടപടി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായി നമ്മൾ കാണുന്നത്. ഇതിൽ നഗരസഭയുടെ ഏറ്റവും വലിയ ഇനീഷ്യേറ്റീവാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഫ്ലോറിംഗ് ആണ്, അതായത് നിലം ഒരുക്കുന്ന ഒരു വർക്ക് ബാക്കി നിൽക്കുകയാണ്. ആ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ കഴിയും. അത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ കായിക വകുപ്പ് ശ്രമിക്കുന്നത്. അത് അതിനുള്ള ബാക്കിയുള്ള നടപടികളൊക്കെ വേഗം പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നടക്കും. ഞാൻ വളരെ വലിയ കൂടുതലൊന്നും പറയുന്നില്ല. പരിപാടിയിൽ കെ രമ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, സെക്രട്ടറി NK ഹരീഷ്, വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ തുടങ്ങി നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.